ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും. ഈശോയിലെ സ്നേഹം നിറഞ്ഞവരെ, ഏലിയാസ് ലീവ മൂശ കാലത്തിലെ 6ാം ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്നത്തെ വായനയിൽ 2 കാര്യങ്ങളാണ് നമ്മൾ ധ്യാന വിഷയമാക്കുക. ഒന്ന്, യേശുവിൻ്റെ മാനുഷികത. രണ്ടാമതായി, യേശു എങ്ങനെയാണ് തൻ്റെ ദൗത്യം ഈ ലോകത്തിൽ പൂർത്തീകരിച്ചത്. സുവിശേഷം ആരംഭിക്കുക യേശുവിൻ്റെ മനോവ്യതയും ക്ലേശവും നിറഞ്ഞ ഒരു പ്രാർത്ഥനയിലൂടെയാണ്. ഇപ്പോൾ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു, ഞാൻ എന്തു പറയേണ്ടു? പിതാവേ, ഈ മണിക്കൂറിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. എന്തുകൊണ്ടാണ് ദൈവപുത്രനായ യേശു ഇങ്ങനെ അസ്വസ്ഥനായി പ്രാർത്ഥിക്കുന്നത്? അത് മനസ്സിലാക്കാൻ ഈ പ്രാർത്ഥനയുടെ പശ്ചാത്തലം നമ്മളൊന്ന് പരിശോധിക്കണം. യേശു ജെറുസലേമിലേക്കുള്ള ഓശാന ഘോഷയാത്രയിലാണ്. തൻ്റെ ഈ രാജകീയ പ്രവേശനത്തിനു ശേഷം ഏതാനും ഗ്രീക്കുകാർ വന്ന് ശിഷ്യന്മാരുടെ അടുത്ത് നിന്ന് യേശുവിനെ കാണണമെന്ന് ചോദിക്കുന്നു. ശിഷ്യന്മാർ വിവരം യേശുവിനെ അറിയിക്കുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് യേശു പല കാര്യങ്ങളെക്കുറിച്ചും പറയുന്നു. പ്രധാനമായും തൻ്റെ മരണത്തെക്കുറിച്ചാണ് ഈശോ പറയുന്നത്. മനുഷ്യപുത്രൻ മഹത്വപ്പെടാനുള്ള സമയമായിരിക്കുന്നു. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിഞ്ഞാൽ മാത്രമേ അത് ഫലം പുറപ്പെടുവിക്കുകയുള്ളൂ. ഈ ലോകത്തിൽ തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തുന്നവൻ നിത്യജീവിതത്തിലേക്കായി അതിനെ കാത്തു സൂക്ഷിക്കുന്നതെന്നൊക്കെ. ഇങ്ങനെയൊക്കെ പറഞ്ഞതിനു ശേഷം ഈശോ വളരെ വികാരഭരിതനാകുന്നു, അസ്വസ്ഥനാകുന്നു. നമ്മൾ ഏതെങ്കിലും ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിർണായകമായ നിമിഷത്തെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ നമ്മൾ വളരെ അസ്വസ്ഥരാകുന്നു, ആകുലരാകുന്നു. നമ്മുടെ ജീവിതത്തിന്റെ താളം തന്നെ അത് തെറ്റിക്കാൻ സാധ്യതയുമുണ്ട്. യേശുവിന് വളരെ വ്യക്തമായിട്ട് അറിയാം, ജെറുസലേമിലേക്കുള്ളത് തൻ്റെ അവസാന യാത്രയാണ്. ഇനി അവിടുന്ന് തിരിച്ചൊരു മടക്കമില്ല. തൻ്റെ മരണം അടുത്തെത്താറായിരിക്കുന്നു. തൻ്റെ മരണത്തെ മുന്നിൽ കാണുന്ന ഈശോയ്ക്ക് പിന്നെ എങ്ങനെ അസ്വസ്ഥനാകാതിരിക്കാൻ സാധിക്കും? ദൈവപുത്രനായ ഈശോ പരിപൂർണ മനുഷ്യനായിരുന്നു എന്നതിനുള്ള തെളിവാണ് യേശുവിൻ്റെ ആകുലത നിറഞ്ഞ ഈ പ്രാർത്ഥന. ഇതിവിടെ ഒറ്റപ്പെട്ട ഒരു സംഭവമായിട്ട് മാത്രം നമുക്ക് കാണാൻ സാധിക്കുകയില്ല. പലയിടത്തും ഈശോ ഒളിഞ്ഞും തെളിഞ്ഞും തൻ്റെ മരണത്തെ കണ്ടുകൊണ്ട് അസ്വസ്ഥനാകുന്നുണ്ട്. 3 ഇടങ്ങളിൽ വളരെ വ്യക്തമായി ഈശോ തൻ്റെ പീഡാസഹനത്തെയും മരണത്തെയും കുറിച്ച് വിവരിക്കുന്നുണ്ട്. പിന്നീട് നല്ലിടയൻ്റെ ഉപമയ്ക്ക് ശേഷം ഈശോ പറയുന്നുണ്ട്, ഞാനാണ് നല്ലിടയൻ, നല്ലിടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നുവെന്ന്. വീണ്ടും ബഥാനിയയിലെ തൈലാഭിഷേകത്തിനു ശേഷം ഈ തൈലത്തിന്റെ വിലയെ ചൊല്ലി തർക്കമുണ്ടാകുമ്പോൾ ഈശോ പറയുന്ന ഒരു വാക്കുണ്ട്, എൻ്റെ ശവസംസ്കാരത്തിനായി ഇവളത് ചെയ്തുവെന്ന് കരുതിക്കൊള്ളട്ടെ എന്ന്. പ്രിയമുള്ളവരെ, ഈശോ പരിപൂർണ മനുഷ്യനായിരുന്നു. ഒരു മനുഷ്യനുണ്ടാകാവുന്ന എല്ലാ വ്യതകളും വിഷമങ്ങളും ആകുലതകളും ഒക്കെ ഈശോയ്ക്കും ഉണ്ടായിട്ടുണ്ട്. നമുക്ക് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ അത് യേശുവിനോളം മനസ്സിലാക്കാൻ മറ്റൊരാൾക്കും സാധിക്കുകയില്ല. അതുകൊണ്ട് നമ്മുടെ വിഷമങ്ങളിലും വേദനകളിലുമൊക്കെ അവനോട് ചേർന്ന് നിൽക്കാം. കാരണം ഈശോ പറയുന്നുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. രണ്ടാമതായി, തൻ്റെ മരണത്തിൻ്റെ ചിന്തകളിലൂടെ കടന്നു പോകുന്ന ഈശോ തൻ്റെ മരണത്തിലൂടെ സംഭവിക്കാനിരിക്കുന്ന 2 കാര്യങ്ങളെക്കുറിച്ച് പ്രവചിക്കുന്നുണ്ട്. ഒന്നാമതായി, ഈ ലോകത്തിൻ്റെ അധിപതിയായ സാത്താൻ തൻ്റെ മരണത്തിലൂടെ അൻപേ പരാജിതനാകുമെന്ന്. മനുഷ്യ ജീവിതത്തിലേക്കുള്ള സാത്താന്റെ രംഗപ്രവേശനം അനുസരണക്കേടിലൂടെയാണെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ വ്യക്തമാകുന്നുണ്ട്. പറുദീസായിലെ ദൈവിക സാന്നിധ്യം മനുഷ്യന്റെ അനുസരണക്കേട് മൂലം അവന് നഷ്ടമാകുന്നു. പിന്നെ പാപത്തിന് അടിമപ്പെട്ടു പോകുന്നു. എന്നാൽ കാൽവരിയില് ദൈവത്തോടുള്ള പരിപൂർണ അനുസരണത്തിലൂടെ ഈ നഷ്ടപ്പെട്ടു പോയ ദൈവികത യേശു നേടിത്തരുകയാണ്. യേശുവിൻ്റെ മരണം എന്ന് പറയുന്നത് കാൽവരി മലയിലെ ദൈവത്തോടുള്ള പരിപൂർണ അനുസരണമാണ്. യേശുവിൻ്റെ അനുസരണക്കേടിലൂടെ മനുഷ്യനെ പാപത്തിലേക്ക് നയിച്ച സാത്താൻ അൻപേ പരാജയപ്പെട്ടു. യേശുവിൻ്റെ അനുസരണം കേവലം കുരിശിൽ മാത്രം നമുക്ക് ഒതുക്കി നിർത്താനാവത്തില്ല. യേശുവിൻ്റെ ജീവിതം മുഴുവൻ അവിടുത്തെ അനുസരണമായിരുന്നു. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവന്റെ ജോലി പൂർത്തീകരിക്കുകയുമാണ് എൻ്റെ ഭക്ഷണമെന്ന്. യേശുവിൻ്റെ അനുസരണത്തെക്കുറിച്ച് പൗലോസ് ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിലൂടെ ഇപ്രകാരം വളരെ വ്യക്തമായി പറയുന്നുണ്ട്, അവൻ ദൈവത്തിൻ്റെ സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിച്ചില്ല, തന്നെ ശൂന്യനാക്കി മനുഷ്യന്റെ രൂപം സ്വീകരിച്ചു, മരണം വരെ, അതെ കുരിശു മരണം വരെ അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തിയെന്ന്. പ്രിയമുള്ളവരെ, കുരിശിലൂടെ യേശു തൻ്റെ അനുസരണത്തിൻ്റെ പൂർത്തീകരണമാണ് നടത്തിയത്. അനുസരണക്കേട് മൂലം പാപത്തിനടിമപ്പെട്ട മനുഷ്യകുലത്തെ തൻ്റെ അനുസരണത്തിലൂടെ ഈശോ വീണ്ടെടുത്തു. നമ്മുടെ ജീവിതത്തിലും നഷ്ടപ്പെട്ടു പോയ ചില നന്മകളൊക്കെ വീണ്ടെടുക്കാൻ ദൈവത്തെ നമുക്ക് അനുസരിച്ച് തുടങ്ങാം. രണ്ടാമതായി ഈശോ പറയുന്നു, ഞാൻ ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരും എന്നിലേക്ക് ആകർഷിക്കപ്പെടുമെന്ന്. ഇത് യേശുവിൻ്റെ ക്രൂശിത മരണത്തെക്കുറിച്ച് തന്നെയാണല്ലോ പറയുന്നത്.
യേശുവിൻ്റെ കുരിശ് മരണത്തിലൂടെ നമ്മൾ ഓരോരുത്തരും രക്ഷ കൈവരിച്ചു. ശാപത്തിൻ്റെയും അപമാനത്തിൻ്റെയും ചിഹ്നമായിരുന്ന കുരിശ് രക്ഷയുടെയും ആശ്വാസത്തിൻ്റെയും അടയാളമായി മാറി. കുരിശ് നമുക്ക് അഭയമാണ്, നമ്മുടെ ശക്തിയാണ്. ക്രൂശിതനായ ഈശോയാണ് നമ്മുടെ ഐഡന്റിറ്റിയും അടയാളവും. ഈ ക്രൂശിതനിലേക്ക് എല്ലാവരും ആകർഷിക്കപ്പെട്ടു കഴിഞ്ഞു. സ്നേഹം നിറഞ്ഞവരെ, യേശു പരിപൂർണ മനുഷ്യനായിരുന്നു. നമ്മുടെ വേദനകളും വിഷമങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന പച്ചയായ ഒരു മനുഷ്യൻ. അവൻ്റെ മരണത്തിലൂടെ, അവൻ്റെ അനുസരണത്തിലൂടെ നഷ്ടപ്പെട്ടു പോയ സ്വർഗീയ ജീവിതം നമുക്ക് നേടിത്തന്നു. ഇനി അത് തിരഞ്ഞെടുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്, ഉത്തരവാദിത്വമാണ്. അതുകൊണ്ടാണ് ഈശോ പറയുക, പ്രകാശമുള്ളപ്പോൾ നിങ്ങൾ പ്രകാശത്തിൽ വിശ്വസിക്കുവിനെന്ന്. നമ്മുടെ പ്രകാശം യേശുവാണ്. ആ യേശുവിൽ വിശ്വസിച്ചുകൊണ്ട്, അവനെ സ്വീകരിച്ചുകൊണ്ട് അന്ധകാരത്തെ നമുക്ക് തോൽപ്പിക്കാം. കാരണം യേശുവിൻ്റെ അനുസരണത്തിലൂടെ പരാജയപ്പെട്ട സാത്താൻ നമ്മളെ വീഴ്ത്താനായിട്ട് തക്കം പാർത്തിരിക്കുകയാണ്. യേശുവിനെ സ്വീകരിച്ച് അവൻ്റെ പ്രകാശത്തിൽ നടന്ന് നമുക്ക് പ്രകാശത്തിൻ്റെ മക്കളായി അന്ധകാരത്തെ തോൽപ്പിക്കാം. അതിനുള്ള ശക്തിയും കൃപാവരവും ഈശോ നമുക്ക് നൽകട്ടെ. ആമേൻ.